ഹായ് മക്കളെ, നമ്മളുടെ സ്റ്റഡി വൈബിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നാലാമത്തെ ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷൻസ് അതായത് എടുക്കാനുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു ഇന്ത്യ ചൈന വിദേശ നയങ്ങളെക്കുറിച്ച്, അത് യുദ്ധത്തെക്കുറിച്ചൊക്കെ പഠിച്ചു. ആ യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ചൈന ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ആ യുദ്ധം അപ്രതീക്ഷിതമായതുകൊണ്ടാവാം ഇന്ത്യക്ക് ആ ചൈനയുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല, പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. ഇനി നമുക്കറിയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും ചൊല്ലിയുള്ള യുദ്ധം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോഴും കാശ്മീരുമായി നമുക്ക് പാകിസ്ഥാനെതിരെ, കാശ്മീരിന് വേണ്ടി പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് തുടക്കത്തിലും 1947 മുതലേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിനെ ചൊല്ലി തർക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഏതാണ്? പാകിസ്ഥാനും ജമ്മു കാശ്മീരിന് വേണ്ടിയുള്ള തർക്കങ്ങളാണ്. പക്ഷേ തുടക്കങ്ങൾ മുതലേ യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു വലിയ യുദ്ധമായിട്ട് മാറുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ദിവസവും കേൾക്കണില്ലേ, അതിർത്തിയിൽ കലാപം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, 2 പേരെ വധിച്ചു, 3 പേരെ വധിച്ചു, അങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. 3 പേരുടെ മരണം ഒരു ചെറിയ പ്രശ്നം എന്നല്ല പറയണം, ഒരു വലിയ യുദ്ധമായി മാറിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ UN പരിഗണനയ്ക്കായി നമ്മൾ അന്ന് അത് സമർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ സപ്പോർട്ട് പാകിസ്ഥാന് കിട്ടി. അതൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിലും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്തു വന്നത്. എന്തായാലും കാശ്മീർ പ്രശ്നം ഇപ്പോഴും അവസാനിക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ നമുക്ക് 1960കളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ 1960, 61 മാത്രമല്ല, 47 മുതലേ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ പോകുമ്പോഴും 1960കളിൽ നമ്മുടെ അതിർത്തിയിൽ, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ സിന്ധു നദിയിലെ വെള്ളം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറുകളൊക്കെ അന്ന് ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന ജനറൽ അയൂബ് ഖാനും ചേർന്ന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. ദ ഇന്ത്യ-പാകിസ്ഥാൻ ഇൻഡസ് വാട്ടർ ട്രീറ്റി വാസ് സൈൻഡ് ബൈ നെഹ്റു ഓൺ ദി ഇന്ത്യൻ സൈഡ് ആൻഡ് ജനറൽ അയൂബ് ഖാൻ ഫ്രം പാകിസ്ഥാൻ സൈഡ്. അതായത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും പാകിസ്ഥാനും. ആ ഭരണാധികാരികൾ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായ ജനറൽ അയൂബ് ഖാനും ചേർന്നാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, അത് പഠിച്ചു വയ്ക്കുക, ഷുവർ ക്വസ്റ്റ്യനാണ്. പക്ഷെ ആ കരാറ് ഒപ്പുവെച്ചത് 1960-ലാണെങ്കിലും ഇപ്പോഴും നമ്മൾ ആ എഗ്രിമെൻറ്റ് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവാം, പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും ആ കരാറിനെ ബാധിക്കുന്നതേ ഇല്ല. അതുപോലെ തന്നെ 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സീരിയസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ. അന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതായത് 1964 ജവഹർലാൽ നെഹ്റു മരിക്കുന്നു. തുടർന്ന് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് അന്നത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ അങ്ങനെ 1965 ഏപ്രിൽ മാസം ആവുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ പട്ടാളം നമ്മുടെ ഗുജറാത്തിൻ്റെ അതിർത്തിയിലുള്ള റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന പ്രദേശം അവർ ആക്രമിച്ച് കീഴടക്കുന്നു. പിന്നീട് ഓഗസ്റ്റ്, സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും കാശ്മീർ മേഖല മാക്സിമം പ്രദേശങ്ങളിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ്റെ പ്രതീക്ഷ അവിടുത്തെ കാശ്മീരിലെ ജനങ്ങൾ മുഴുവനും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. കാരണം മെജോറിറ്റി അവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് മുസ്ലിംസാണ്. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് ആ സ്ഥലം മുഴുവൻ നമുക്ക് ആക്രമിക്കാൻ കിട്ടും, സ്വന്തമാക്കാൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് ഒരു കനത്ത അടി തന്നെ ആയിരുന്നു അവിടെ. കാരണം കാശ്മീർ ജനങ്ങൾ കാശ്മീരിയത്ത് എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം
അവർക്ക് ഈ രാജ്യം ആക്രമിച്ച് കീഴടക്കുന്നതിന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാശ്മീർ മേഖലയിൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി പഞ്ചാബ് മേഖലയിൽ ഒരു ശക്തമായ തിരിച്ചാക്രമണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തുവെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാനെ ആക്രമിച്ച് മുന്നേറാനായിട്ട് നന്നായി സാധിച്ചു. അപ്പോഴേക്കും പാകിസ്ഥാൻ ഏകദേശം ഒരു പരാജയം എന്നുള്ള ലെവലിലേക്ക് നീങ്ങുമായിരുന്നു. ഇന്ത്യ വിജയിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരവസ്ഥ നമുക്കവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഗുജറാത്ത് ആക്രമിച്ച് മുന്നേറിയ പാകിസ്ഥാൻ പിന്നീട് കാശ്മീർ ആക്രമിക്കുന്നു. ഈ ആക്രമണങ്ങളെ പ്രത്യാക്രമണം കൊണ്ട് നേരിടാൻ ഇന്ത്യ അന്ന് തയ്യാറായി. ആ യുദ്ധത്തിൽ ഇന്ത്യ വിജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് UNO ഇടപെടുകയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ UNOയുടെ ഇടപെടലിനെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന ജനറൽ അയൂബ് ഖാനും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ, ഇതിന് കോംപ്രമൈസിനായി നിൽക്കുന്നത് നമ്മളുടെ റഷ്യയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും സമ്മർദ്ദം ഉണ്ടായിരുന്ന റഷ്യയുമായിൽ കരാർ ഒപ്പിടാനായിട്ട് തയ്യാറാവുന്നു. അങ്ങനെ 1966 ജനുവരിയിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ താഷ്കൻഡ് എന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായിരുന്ന ജനറൽ അയൂബ് ഖാനും ചേർന്ന് താഷ്കൻഡ് കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം അവിടുന്ന് താഷ്കൻഡ് കരാറിൽ ഒപ്പുവയ്ക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടാണ് അതിൻ്റെ എല്ലാം. അതായത് പാകിസ്ഥാനിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എങ്കിലും യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു എങ്കിലും നമുക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം 62 ഒരു യുദ്ധം കഴിഞ്ഞു, 64 പ്രധാനമന്ത്രി മരിക്കുന്നു, വീണ്ടും പുതിയ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി വരുന്നു, ഒരു വർഷം ആകാത്ത മുമ്പ് വീണ്ടും യുദ്ധം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സാമ്പത്തികമായിട്ടൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പാകിസ്ഥാനും തമ്മിൽ കാശ്മീരിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളുണ്ട്. ഇവിടെ 1965 പാകിസ്ഥാൻ ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഏരിയയാണ് ആക്രമിച്ച് കീഴടക്കിയത്. തുടർന്ന് കാശ്മീരിലേക്ക് എത്തുകയും പാകിസ്ഥാൻ സൈന്യം അവിടെ ആക്രമണം നടത്തുകയും ചെയ്തു. അതിനെതിരായിട്ടൊരു പ്രത്യാക്രമണം നടത്തുന്നതിൽ ഇന്ത്യ വിജയിച്ചു. ആ യുദ്ധം ഏതാണ്ട് ഇന്ത്യയുടെ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ പിന്തിരിയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും UNO ഇടപെടുകയും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കുകയും യുദ്ധമില്ലാ കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടി ഇന്ത്യ സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ താഷ്കൻഡ് എന്ന സ്ഥലത്ത് വെച്ച് എഗ്രിമെൻ്റ് സൈൻ ചെയ്യുന്നു. അങ്ങനെ ആ താഷ്കൻഡ് കരാറിൽ വെച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജനറൽ അയൂബ് ഖാനും ചേർന്നാണ് കരാറ് ഒപ്പിടുന്നത് യുദ്ധാവസാനം. അപ്പോൾ 1971 UN intervened and the war ended. Later, the famous Tashkent Agreement was signed by the two leaders, Lal Bahadur Shastri and General Ayub Khan, 1966 January. മറക്കരുത്, ഷുവർ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണത്. AB കോളം എങ്ങനെയാണെങ്കിലും ചോദിക്കും. അപ്പോൾ ഇവർ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. താഷ്കൻഡ് എഗ്രിമെൻറ്റ്, ഇൻഡസ് റിവർ വാട്ടർ ട്രീറ്റി, ഇതൊക്കെ മറക്കാതെ പഠിച്ചു വയ്ക്കാം. അങ്ങനെ 1965 നമുക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി തന്ന, അതായത് നെഹ്റുവിൻ്റെ മരണവും അതുപോലെ തന്നെ യുദ്ധവും ഒക്കെ തന്നെ നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ ഒരുപാട് ഉണ്ടാക്കി തന്നൊരു കാലഘട്ടം കൂടിയാണ് 1965. ഇനി നമുക്ക് 1971 ബംഗ്ലാദേശ് വാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ബംഗ്ലാദേശ് വാർ 1971 എന്ന് പറയുന്നതിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ നടന്ന ഒരു പോരാട്ടമാണ് ബംഗ്ലാദേശ് വാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് അതിന് ഒരു ചെറിയൊരു റീസൺ എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഇൻറ്റേർണൽ അഫെയറാണ് നമ്മളുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ രണ്ട് ഭാഗത്തായിട്ട്, ഈസ്റ്റും വെസ്റ്റും ഭാഗങ്ങളിലായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതായത് ഇന്നത്തെ ബംഗ്ലാദേശാണ് അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ പാകിസ്ഥാൻ അന്ന് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിച്ചോളൂ,
പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ബംഗ്ലാദേശുമാണ്. ഇനി മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പാകിസ്ഥാനിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന് പറയുന്ന ആളാണ് ഭരണാധികാരി. അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാനിൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ആളും ഭരണം നടത്തുന്നു. ഇവരാണ് അവിടെ എലക്ഷൻ വരുന്നു. നമ്മൾക്ക് ഏകദേശം 1969-70 പീരീഡൊക്കെ ആകുമ്പോൾ പാകിസ്ഥാനിൽ എലക്ഷൻ വരികയാണ്. അപ്പോൾ ആ എലക്ഷനിൽ മത്സരിച്ചത് അതായത് പടിഞ്ഞാറൻ ഭാഗത്ത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഈസ്റ്റ് ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് ഷെയ്ഖ് മുജീബ് റഹ്മാനും ഇലക്ഷന് നിൽക്കുന്നു. രണ്ടുപേരും അവിടെ ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 1971 ഉണ്ടാകുന്നൊരു ചെറിയ ആഭ്യന്തര പ്രശ്നം എന്താണ്, ഇൻറ്റേർണൽ അഫെയർ എന്താണെന്ന് ചോദിച്ചാൽ, ഷെയ്ഖ് മുജീബ് റഹ്മാൻ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് പാകിസ്ഥാൻ അതിനും അവിടെ നമ്മൾ പാർട്ടിയുടെ പേര് കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം മക്കളെ, എന്നാലേ പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ മെച്ചം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റനായി ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഈസ്റ്റ് പാകിസ്ഥാൻ അവാമി ലീഗ്, മറക്കാതെ പഠിച്ചു വയ്ക്കുക. ഷെയ്ഖ് മുജീബ് റഹ്മാൻ അവാമി ലീഗ് ഈസ്റ്റ് പാകിസ്ഥാൻ. സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വെസ്റ്റ് പാകിസ്ഥാൻ. സുൽഫിക്കർ അലി ഭൂട്ടോ വെസ്റ്റ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ഇങ്ങനെ 2 പാർട്ടിയും 2 നേതാവും 2 ഭാഗങ്ങളും, അത്രയും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവർ ഇലക്ഷന് നിൽക്കുന്നു. അതായത് ഇലക്ഷൻ നിൽക്കുന്നു. ഈസ്റ്റേൺ ഭാഗത്ത് അവാമി ലീഗ് ജയിക്കുന്നു, അതായത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ജയിക്കുന്നു. വെസ്റ്റേൺ സൈഡിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ജയിക്കുന്നു, അതായത് നമ്മുടെ സുൽഫിക്കർ അലി ഭൂട്ടോ ജയിക്കുന്നു. പക്ഷേ ഈസ്റ്റ് പാകിസ്ഥാൻകാർ വെസ്റ്റ് പാകിസ്ഥാനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, അംഗീകരിക്കാൻ തയ്യാറല്ല. അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഒരു 2ാം തരം പൗരന്മാരായിട്ടാണ് ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെ കാണുന്നതെന്നും പാകിസ്ഥാൻകാർക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻകാരെ ഇവർക്ക് താല്പര്യമില്ല, അംഗീകരിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ തിരിച്ചും കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനും താല്പര്യമില്ല. അതുകൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭരണം കിഴക്കൻ പാകിസ്ഥാൻകാർ അവാമി ലീഗ് നടത്തിക്കോളാമെന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ സഹായം ആവശ്യമില്ല എന്നും പറഞ്ഞ് അവർ തർക്കങ്ങൾ ആരംഭിച്ചു. അതിനെതിരെ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായതോടുകൂടി പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഭരണാധികാരികൾ, അതായത് പാകിസ്ഥാനെ ഒരൊറ്റ രാജ്യമാക്കുന്നതിന് പകരം ഒരു ഫെഡറേഷൻ ആക്കണമെന്നും അതുപോലെ ഭരണം അവർക്ക് തന്നെ വേണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചെങ്കിലും ഷെയ്ഖ് മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ അവാമി ലീഗിൻ്റെ ആവശ്യങ്ങളൊന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് 1971 പാകിസ്ഥാൻ്റെ പട്ടാളം ഷെയ്ഖ് മുജീബ് റഹ്മാനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്തു. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാക് പട്ടാള മേധാവി, അതായത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ മേധാവിയായ അവിടെ പട്ടാള ഭരണം ആരംഭിക്കുന്നു. യാഹ്യ ഖാൻ, ജനറൽ യാഹ്യ ഖാൻ എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിലാണ് പട്ടാള ഭരണം തുടങ്ങി വരുന്നത്. അപ്പോൾ ആ പട്ടാള ഭരണം തുടങ്ങി വന്നു കഴിഞ്ഞ് കലാപം സ്ട്രോങ് ആയി. ഇവർ കിഴക്കൻ പാകിസ്ഥാൻകാർക്ക് ഒരിക്കലും പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ഭരണം വേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു. ആ പ്രശ്നങ്ങൾ ആരംഭിച്ചതോടുകൂടി അറസ്റ്റ് വാറണ്ടുമായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ വരുന്നു. ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ 1971 ആകുമ്പോഴേക്കും അവിടെ പട്ടാള മേധാവിയായി ജനറൽ യാഹ്യ ഖാനാണ് കലാപം അടിച്ചമർത്താനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി. അങ്ങനെ അദ്ദേഹം പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ നേതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ചെയ്യും. അതോടുകൂടി കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ഞങ്ങൾക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് ബന്ധം പറ്റില്ല, ഞങ്ങളുടെ പ്രദേശത്തെ പാകിസ്ഥാൻ എന്നുള്ള പേരിന് പകരം ബംഗ്ലാദേശ് എന്ന പേര് സ്വീകരിക്കണോ എന്ന് പറഞ്ഞ് അവർ കനത്ത സമരം ആരംഭിക്കുകയും ചെയ്തു. കുറേ പേര്, അതായത് കിഴക്കൻ പാകിസ്ഥാനിൽ ജീവിച്ചാൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അക്രമങ്ങളോ അഴിമതികളൊക്കെ കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും പറഞ്ഞ് അവിടെ നിന്ന് നിറയെ ആൾക്കാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് മൈഗ്രേഷൻ ആരംഭിച്ചു. കലാപം ആരംഭിക്കുകയും പുറത്തേക്ക് അവർ അന്യരാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയും ചെയ്തു. അതായത് അന്നത്തെ കലാപത്തെ കുറിച്ച് പറഞ്ഞാൽ ദിസ് വാസ് ദി റൈറ്റ് മൂവ്മെൻറ്റ് ഫോർ ദ പീപ്പിൾ ടു സ്റ്റാർട്ട് എ ലിബറേഷൻ മൂവ്മെൻറ്റ് ടു ഫ്രീ ബംഗ്ലാദേശ് ഫ്രം പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരാരംഭിച്ച കലാപം. ദ ഹോൾ ഓഫ് ഇന്ത്യ ഹാഡ് ടു ഹിയർ ദ ബേൺഡ് ഓഫ് ദി ബംഗ്ലാദേശ് സ്ട്രഗിൾ. അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം
ശക്തമായി നടക്കുന്ന കലാപങ്ങളുടെയൊക്കെ സാക്ഷ്യം വഹിക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം നോ ലെസ് ദാൻ 80 lakhs റെഫ്യൂജീസ് ഫ്ലീയിങ് ഫ്രം പാകിസ്ഥാൻ ടു ഷെൽട്ടർ ഇൻ ഇന്ത്യ. ഏകദേശം അന്ന് ഇന്ത്യയിലേക്ക് 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾ എത്തിയിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നമായി വന്നത് ഈ സമയത്ത് 1971 ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മോശമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇങ്ങനെ ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾക്കത് സാമ്പത്തികമായിട്ട് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഒരു ഇതായിട്ട് മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു തീരുമാനം എടുക്കണം എന്ന് ചിന്തിച്ച ഇന്ത്യ ഗവൺമെൻറ് കിഴക്കൻ പാകിസ്ഥാനെതിരെ യുദ്ധപ്പുറപ്പാടുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ 1971 യുദ്ധത്തിലേക്കുള്ള തയ്യാറെടുപ്പ് ഇന്ത്യ ആരംഭിച്ചു. അതിനുവേണ്ട നടപടികൾ പതുക്കെയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിലാണ് മറ്റുള്ള രാജ്യങ്ങൾ ബംഗ്ലാദേശുകാരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലും സഹായിക്കാൻ തയ്യാറാവുകയും പ്രശ്നം അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ കൂടെ ആവശ്യമാണെന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കിഴക്കൻ പാകിസ്ഥാനെതിരായിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഇന്ത്യക്കും എതിരായിട്ടൊക്കെ സംസാരിക്കുന്നത്. കിഴക്കൻ പാകിസ്ഥാനെ ഇത്ര കണ്ട് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് ഇന്ത്യയാണെന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. അതുപോലെ പാകിസ്ഥാനാണെങ്കിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹെൻറി കിസിഞ്ചർ പാകിസ്ഥാനിലേക്ക് എത്തുകയും അതിനായി ചൈന വഴി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തു. 1971 ഓഗസ്റ്റിൽ ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒരു 20 years പീസ് എഗ്രിമെൻ്റ് ഉണ്ടായി. അതായത് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങൾ നേരിടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കിഴക്കൻ പാകിസ്ഥാനെതിരെ ഇന്ത്യ പടയൊരുക്കം ആരംഭിക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഒരു ആക്രമണം ഉണ്ടായാൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായം വേണം എന്നതാണ് കരാർ. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാൻ പിടിച്ചെടുക്കുക എന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. ഭരിക്കാൻ വേണ്ടിയല്ല, കോളനിയാക്കാൻ വേണ്ടിയൊന്നുമല്ല. പക്ഷെ നമ്മുടെ അവിടെ എത്തിയ 80 ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികളെ നമുക്ക് പുറത്താക്കണമെങ്കിൽ കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യുദ്ധത്തിനുള്ള തുടക്കം ആരംഭിച്ചു. ഏകദേശം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1971 ഡിസംബറിൽ ഒരു യുദ്ധം നടന്നു. ആ ഡിസംബർ 16 ആണ് യുദ്ധം ആരംഭിക്കുന്നത്. ആ യുദ്ധം തുടർന്നു. അധികം വൈകാതെ വിമാനങ്ങൾ തമ്മിലും അതായത് കരയുദ്ധവും ആകാശയുദ്ധവും ഒക്കെ ശക്തമായി നടന്നു. രണ്ട് യുദ്ധത്തിലും ഇന്ത്യ എല്ലാ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള യുദ്ധത്തിലും കിഴക്കൻ ഭാഗത്തു നിന്നുള്ള യുദ്ധത്തിലുമൊക്കെ ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം നടത്തി വിജയം നേരിടുകയും ചെയ്തു. 10 ദിവസം കൊണ്ട് ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാൻ മുഴുവനും സ്വന്തമാക്കുകയും 80,000 വരുന്ന പാക് പട്ടാളക്കാർക്ക് ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങാൻ മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്ര രാജ്യമായി മാറുകയും ഇന്ത്യ സ്വയം തുടങ്ങി വെച്ച യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ രാജ്യമായി പ്രഖ്യാപിക്കുകയും ജയിലിൽ കിടന്ന ഷെയ്ഖ് മുജീബ് റഹ്മാനെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും നമ്മളും തമ്മിൽ വീണ്ടും ഒരു വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി 1972 ജൂലൈ 3 ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്ന് സിംല നഗരത്തിൽ വെച്ചൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ആ എഗ്രിമെൻറ്റിനെയാണ് സിംല കരാർ എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ 1972 ജൂലൈ 3 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ്റെ ഭരണാധികാരി പടിഞ്ഞാറൻ പാകിസ്ഥാൻ അതായത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും ചേർന്ന് സിംല നഗരത്തിൽ വെച്ചൊരു കരാറ് ഒപ്പിട്ടു. ആ കരാറാണ് സിംല കരാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇന്ത്യക്ക് പാകിസ്ഥാനെതിരായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിലെത്തിയ 80 ലക്ഷം വരുന്ന 80 ലക്ഷം വരുന്ന ജനങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി മാത്രമാണ് യുദ്ധം ചെയ്തത് എന്ന് ബോധിപ്പിക്കുന്നതായിരുന്നു എഗ്രിമെൻ്റ്. അങ്ങനെ 2 യുദ്ധങ്ങൾ നടന്നു. അതിനുശേഷം 1999 യുദ്ധങ്ങൾ നടക്കുന്നത്. ആ കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാർഗിൽ നഗരത്തിൽ വെച്ചിട്ടാണ് യുദ്ധം നടന്നത്. ആ യുദ്ധത്തിലും ഇന്ത്യ വിജയിക്കുകയും പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ചെയ്തു.
അപ്പോൾ നമ്മൾ ഈ എഗ്രിമെൻറ്റുകളെല്ലാം പാകിസ്ഥാനുമായി നമ്മൾ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റുകൾ ആരൊക്കെയാണ് അന്നത്തെ ഭരണാധികാരികൾ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് മക്കൾ നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിൽ നമുക്കൊരു പോയിൻ്റ് കൂടി എടുക്കാനുണ്ട്. ഒന്ന് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി എന്ന് പറയുന്ന പോയിൻ്റ്. അതിൽ ഒരു ഇന്ത്യയുടെ അതായത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ നെഹ്റു തീരുമാനം എടുത്തിരുന്നു, ഒരു കാരണവശാലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയോ കോളനികളാക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അണുധാതുക്കൾ ഉപയോഗം ടെക്നോളജിയുടെ ഭാഗമായി ഇന്ത്യക്ക് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ നെഹ്റുവിനൊരു മടിയായിരുന്നു. അത് ആവശ്യമുണ്ടോ? അണുവൈദ്യുത നിലയങ്ങൾ വേണോ? ആണവ ബോംബുകൾ വേണോ? അണു ആയുധങ്ങൾ ഉപയോഗിക്കണോ? എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമായിട്ട് ഇന്ത്യ കൊണ്ട് നടന്നിരുന്നു. എന്നാൽ അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഹോമി ജെ ഭാഭ വ്യക്തമായി സൂചിപ്പിച്ചു, ഒരു കാരണവശാലും നമ്മൾ യുദ്ധം ചെയ്യണം എന്നില്ല, പക്ഷെ നമ്മുടെ കയ്യിൽ അണുധാതുക്കൾ ആണവ ബോംബുകളും ആണവായുധങ്ങളും ഒക്കെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അണുധാതുക്കൾ ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും എന്ന് പറയുകയും ചെയ്തു. ഗുണമുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി നെഹ്റു അതിനൊരു തീരുമാനം ഉറപ്പിച്ചു. അങ്ങനെ ഇന്ത്യയുടെ ആണവ നയത്തിന് രൂപം നൽകാനായിട്ട് തീരുമാനിച്ചപ്പോൾ നമുക്ക് അണുവൈദ്യുത നിലയങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം വൈദ്യുത പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അതേസമയം അണുബോംബുകളും വേണം. കാരണം നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ വലിയ രാജ്യങ്ങളാണ്, അവർ നമ്മളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് നെഹ്റു അതിന് തയ്യാറെടുക്കുകയും ചെയ്തു. 1964 ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും ചൈന, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആണവ ശക്തികളായി മാറുകയും അവർ UN രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളുടെ കൈവശവും അണുബോംബുകൾ ഉണ്ടാവുകയും അവർ ആണവായുധങ്ങൾ പരീക്ഷിക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു വന്നപ്പോൾ ചൈനയും അതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി, അണുബോംബ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ നില പരിങ്ങലിലായി. നമ്മളിനി അണുബോംബ് ഉണ്ടാക്കിയില്ലെങ്കിൽ ചൈനയുടെ ആക്രമണം ചിലപ്പോൾ നമുക്ക് ബാധ്യതയായി മാറും എന്ന് തോന്നിയ സാഹചര്യത്തിൽ അതിന് തയ്യാറെടുത്തു. ഇന്ത്യ അണുബോംബ് ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1974 ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ, ഒരു ബുദ്ധ ലാഫിംഗ് എന്ന പേരിൽ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ രാജസ്ഥാനിൽ വെച്ച് ഇന്ത്യ നടത്താൻ തയ്യാറായി. അപ്പോൾ ആ ആണവ കരാറുകൾ രാജസ്ഥാനിൽ വെച്ച് നടത്തിയിട്ടുള്ള ആ ആണവ കരാർ, അതായത് പൊക്രാൻ എന്ന സ്ഥലത്ത് വെച്ച്, നിങ്ങളത് ഓർക്കണം, 1974 രാജസ്ഥാൻ പൊക്രാൻ ബുദ്ധ ലാഫിംഗ്, ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യനാമത്തിലുള്ള ആ അണുബോംബ് സ്ഫോടനം ഇന്ത്യ നടത്തിയത് തീർച്ചയായിട്ടും ഹോമി ജെ ഭാഭയെ പോലുള്ള ഒരു വ്യക്തിയുടെ പരിശ്രമ ഫലമായിട്ടാണ്. അപ്പോൾ ഇതിനിടയിൽ 1964 നമ്മളുടെ 5 UNOയിലെ അംഗങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിരം സമിതിയിലെ 5 അംഗങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, റഷ്യ തുടങ്ങിയ റഷ്യയ്ക്ക് പകരം നമ്മൾ അന്ന് സോവിയറ്റ് യൂണിയൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ 5 രാജ്യങ്ങളും ഒരു ആണവായുധ നിർവ്യാപന കരാറ് ഉണ്ടാക്കിയെടുക്കുകയും, അതായത് അണുവായുധങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യസ് ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ, അതായത് ഇന്ത്യയുടെ ആണവ നയങ്ങൾ എങ്ങനെയാണ് ഇന്ത്യ അതിനെ സ്വീകരിക്കുന്നത്, അണുബോംബുകൾ ഉണ്ടാക്കണോ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടു. അതായത് ഇന്ത്യ ഒപ്പുവെക്കണം, ഒപ്പുവെക്കണം, ന്യൂക്ലിയർ കരാറുകളിൽ ഒപ്പുവെക്കണം. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഒരു കാരണവശാലും ഇന്ത്യ ന്യൂക്ലിയർ കരാറുകളിൽ സൈൻ ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ 5 രാജ്യങ്ങൾ ഈ ആയുധങ്ങൾ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയും കയ്യിൽ വെക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയെപ്പോലുള്ള കുറേ രാജ്യങ്ങൾ, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് അപകട സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യ പറഞ്ഞത്, ഒരു കാരണവശാലും ഇന്ത്യ ആദ്യം യൂസ് ചെയ്യില്ല ന്യൂക്ലിയർ വെപ്പൺസ്, ഒരു കാരണവശാലും ഇന്ത്യ ഫസ്റ്റ് യൂസ് ചെയ്യില്ല എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ഒപ്പുവെക്കാൻ UNOയിലെ പെർമനൻറ്റ് മെമ്പേഴ്സ് തീരുമാനം എടുത്തപ്പോൾ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ആണവ നിർവ്യാപന കരാറ്, അതിൽ ഒപ്പുവെക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യ
ആദ്യമായി ഒരു രാഷ്ട്രത്തിനെതിരെയും ബോംബുകൾ അണുവായുധങ്ങൾ ഇന്ത്യ ഉപയോഗിക്കില്ല. ഇന്ത്യ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അണുബോംബുകൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ ഹാസ് ബീൻ ഒപ്പോസിങ് ബോത്ത് NPT ആൻഡ് CTBT ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്ററി ടുവാർഡ്സ് നോൺ ന്യൂക്ലിയർ പവേഴ്സ്, സോ ഇന്ത്യ ഡിഡ് നോട്ട് സൈൻ ടു CTBT. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ടെക്നോളജി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എതിരായിട്ട് ഉപയോഗിക്കില്ല. പക്ഷേ ഇന്ത്യ എന്തിനിത് ഉണ്ടാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് മാത്രമായിരുന്നു ഇന്ത്യക്ക് ഇതിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ആണവ കരാറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഇന്ത്യ CTBT നോൺ പ്രോലിഫറേഷൻ കരാറിൽ അല്ലെങ്കിൽ CTBT NPT പോലുള്ള എഗ്രിമെൻറ്റുകളിൽ സൈൻ ചെയ്യാൻ തയ്യാറായില്ല എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും നമ്മളത് സൈൻ ചെയ്യാൻ തയ്യാറാവാതിരുന്നതിൻ്റെ കാര്യം നമ്മൾക്ക് പേടി കൊണ്ടാണ്. അതായത് ചൈന തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈനയുടെ കയ്യിൽ ആ ആയുധമുണ്ട് എന്നുള്ളത് തന്നെ അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ഉപയോഗിച്ചത്. അതിനുശേഷം 1998 രാജസ്ഥാനിലെ പൊക്രാൻ എന്ന സ്ഥലത്ത് ഇന്ത്യ രണ്ടാമതൊരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പരീക്ഷിക്കുകയുണ്ടായി. ഓപ്പറേഷൻ ശക്തി എന്നാണ് അത് അറിയപ്പെടുന്നത്. അതും രാജസ്ഥാനിലെ പൊക്രാൻ എന്ന സ്ഥലത്ത് വെച്ച് നടന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ 2 അണുസ്ഫോടനങ്ങളുടെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ബുദ്ധ ലാഫിംഗ് എന്നുള്ളത് ഫസ്റ്റ് 1974 ബുദ്ധ ലാഫിംഗ് രാജസ്ഥാനിലെ പൊക്രാൻ എന്ന സ്ഥലത്ത്. രണ്ടാമത്തേത് ഓപ്പറേഷൻ ശക്തി എന്നത് അത് 1998 രാജസ്ഥാനിലെ പൊക്രാൻ എന്ന സ്ഥലത്താണ് രണ്ടാമത്തെ ബോംബ് സ്ഫോടനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യ പരീക്ഷണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തി വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ ലോകത്തിലെ ഒട്ടും മോശമല്ലാത്തൊരു രാജ്യമാണെന്ന് ഈ 2 സ്ഫോടനങ്ങളിലൂടെ നമുക്ക് ലോകത്തിന് മുൻപിൽ പറയാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ടൊന്ന് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ കാണുക, കേൾക്കുക. കൂടുതൽ കുട്ടികളെ കൂടുതൽ ഫ്രണ്ട്സിനെ ഇതിലേക്ക് കൊണ്ടുവരിക. മക്കളെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, നിറയെ മാർക്ക് വാങ്ങുക.